ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ പുട്ടല്ല, കപ്പേൻ്റെ പുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കപ്പേൻ്റെ പുട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പുട്ടാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തത്. ഒരൊറ്റ കപ്പയാണ്. അപ്പോൾ അതിൻ്റെ പകുതി മതി, ഒരു ഹാഫ് കപ്പയായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഹാഫ് കപ്പ മതി നമുക്ക്. ഒരു 4 പേർ 5 പേർക്ക് നമുക്ക് കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ഞാൻ 4 ആക്കിയിട്ട് മുറിച്ച് അതിൻ്റെ നടുക്കിലുള്ള ഒരു ആരൊക്കെ ഇത് എടുത്ത് കളയണം. ഇതുപോലെ എല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാ കപ്പയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ. ഇതുപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ പകുതി ഉണ്ടല്ലോ ഹാഫായിട്ടുള്ള, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് അത് 4 ആക്കിയിട്ട് ഇതുപോലെ വലുതാക്കിയിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തതിലേക്ക് നല്ല വെള്ളം, സാധാരണ വെള്ളം, പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒഴിവാക്കും, കട്ട് എന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കപ്പ ഉപയോഗിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മളിപ്പോൾ ഇത് പുട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ ആ വെള്ളം ഒന്ന് ഒഴിവാക്കിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഒന്ന് കൈവച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് എടുത്താൽ അതിൻ്റെ ആ കട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും. ഇനി നമുക്കെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഫുള്ള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് കഴുകിയോണ്ട് നമുക്ക് കുറച്ചൊരു നനവ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ ആ നനവ് ഇതിലൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആവണം. അതിനായിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണി ഒന്ന് വിരിച്ചിട്ട് ഈ കപ്പ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഒരു കോട്ടൻ്റെ എന്തെങ്കിലും തോർത്തുമുണ്ടോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പരത്തി വെച്ചിട്ട് ഒരു ലെയർ കൊണ്ട് അത് മൂടി വെച്ച് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്ര ടൈം കാത്ത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വെയിലുള്ള സമയത്തൊക്കെ ഒന്ന് വെയിലത്തൊന്ന് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം വലിഞ്ഞ് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം വലിഞ്ഞ് കിട്ടി. ഇനി കുറച്ചും കൂടി വെള്ളമുള്ളൂ, അത് അവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഈ കപ്പയൊക്കെ ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. ഇത് സാധാരണ നമ്മൾ നനച്ചിട്ട് പുട്ടുംകുറ്റിയിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ പുട്ടായിട്ട് റെഡി ആവില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടുപൊടി, സാധാരണ നമ്മൾ അരിപ്പൊടി, പുട്ടിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഇത്, അതിലേക്ക് ഇട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ വീട്ടിൽ നിന്ന് തന്നെ പുട്ടുപൊടി, സോഫ്റ്റായ പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുട്ടുപൊടി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയിൽ കയറി കണ്ടാൽ നിങ്ങൾക്ക് കാണാം. വീട്ടിൽ നിന്ന് തന്നെ സോഫ്റ്റായിട്ട് പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് അത് കാണുക. അപ്പോൾ ഞാൻ ആ പുട്ടുപൊടി തന്നെയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് പുട്ടുപൊടി, 2 സ്പൂണ് പുട്ടുപൊടി തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് ഈ കപ്പ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ കൂടുതലായിട്ട് വെള്ളത്തിലേക്ക്, തീരെ വെള്ളത്തിലേക്ക് ഒഴിക്കേണ്ട. കപ്പയിലുള്ള നനവ് തന്നെ ഈ പുട്ടുപൊടിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുക. പിന്നെ നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ ആ പൊടി ഇതിൽ ഫുള്ളായിട്ടൊന്ന് എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ വെള്ളം തീരെ ഉപയോഗിക്കേണ്ട. ഇതിലുള്ള വെള്ളം തന്നെ റെഡിയായി വരും. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്ക് ഈ പുട്ടുപൊടിയൊക്കെ ഈ കൂടുതലായിട്ടുള്ള വെള്ളം, കപ്പയിലുള്ള വെള്ളമൊക്കെ ഇതാക്കിയിട്ട് കറക്റ്റായിട്ട് പുട്ടിൻ്റെ ആ പൊടി കറക്റ്റായിട്ട് വരും. കണ്ടോ, ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തത് കുറച്ച് വലുതായിട്ടാണ്, ഗ്രേറ്ററിൽ കുറച്ച് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ചെറിയ ഗ്രേറ്ററാണ് ഉള്ളതെങ്കിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ട് കപ്പ ഉള്ളതുകൊണ്ട്, ഇനി ഇങ്ങനത്തെ ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാനതൊന്ന് പൊടിയാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഒന്നും കൂടി പൊടിയാക്കിയാലല്ലേ പുട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പുട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് നേരം ഒന്നും പൊടിക്കണ്ടേ, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആ ഒരു ചെറിയ വലിയ ആ ഗ്രേറ്റ് ചെയ്ത വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് വലിയ ആ ഇതൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ തന്നെ നമ്മളെ പൊടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കറക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു സ്പൂൺ കൂടി പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാനിവിടെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുട്ടിൻ്റെ പൊടി വെള്ളമൊന്നും കൂടുതലാവില്ല. നമ്മൾ ആദ്യം ഉപയോഗിച്ച അതേ പുട്ടുപൊടി തന്നെ മതിയാവും. ഞാനിത് കറക്റ്റായിട്ട് എനിക്ക് 2 സ്പൂണോളം പുട്ടുപൊടി ഇതിലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുമ്പോൾ കപ്പേൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ കപ്പപ്പുട്ട് എന്ന് പറയുമ്പോൾ കപ്പേൻ്റെ സാധാ പുട്ടിനേക്കാളും കപ്പേൻ്റെ ആ ടേസ്റ്റാണ് ഇതിലേക്ക് വരേണ്ടത്. അതാണ് കപ്പപ്പുട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ പുട്ടുപൊടി ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കപ്പേൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം അങ്ങനെ വെള്ളം ഇല്ലാണ്ട് തന്നെ നമ്മൾ ഒന്ന് പൊടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ നോക്കുക. ഇനി നമ്മൾ നാളികേരമാണ് വേണ്ടത്. ആ നാളികേരം കുറ്റിയിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കുറ്റിയിലേക്ക് നിറയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 2 കഷ്ണമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് 3 കഷ്ണമാണെങ്കിൽ 3 കഷ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു 500 കപ്പയുണ്ട് നമുക്കൊരു 5 കഷ്ണത്തോളം നമ്മൾ കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കപ്പപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ കപ്പേൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടി കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ട് ഞാനിവിടെ കുത്തിയെടുത്തിട്ടുണ്ട്. സൂപ്പർ പുട്ടാണ്, ടേസ്റ്റിയാണ്. മക്കളൊക്കെ കപ്പ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കപ്പ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബാക്കിയുള്ള കഷ്ണത്തോട് ഞാനത് വലിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, ഒരു കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ചതുക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൂപ്പർ ഒരു ചമ്മന്തിയും കൂടി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് കപ്പപ്പുട്ടും ഒരു കപ്പ പുഴുങ്ങിയതും ഞങ്ങളുടെ വൈകുന്നേരം കേട്ടോ. ഞങ്ങൾ രാവിലെ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഞങ്ങൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവരെ താങ്ക് യു.